ഇതാണ് F2ൻ്റെ ഹാഫ് ഹബ്ബ്. ഡിസ്ക് സെറ്റ് ചെയ്യുന്ന ഹബ്ബാണ്. അപ്പോൾ നമ്മളതിൽ യൂസ് ചെയ്യണത് RTRൻ്റെ റൗട്ടറാണ്. അതുപോലെ തന്നെ ഫോർക്ക് ബൂട്ടുണ്ട്. പിന്നെ RTRൻ്റെ തന്നെ മാസ്റ്റർ സിലിണ്ടർ. പിന്നെ ഇതാണിപ്പോൾ നമ്മൾ കെട്ടിവെച്ച റിമ്മ്. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്നത് മന്ദബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. 16 ഇഞ്ച് റിമ്മിൽ. അതുപോലെ തന്നെ റിമ്മിൽ ഏറ്റവും അത്യാവശ്യം നല്ലത് മണ്ഡപം എന്ന് പറഞ്ഞിട്ട് കമ്പനിയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് XLൻ്റെ ബാക്ക് സ്പോക്കാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് മാരുതി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു 375/16 ടയറാണ് നമ്മൾ യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മൾ RTRൻ്റെ തന്നെ കാലിപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ നിലവിൽ യൂസ് ചെയ്തേക്കുന്നത് പൾസറിൻ്റെ ഡിസ്ക് സെറ്റാണ്. അപ്പോൾ നമുക്ക് ആ മെയിൻ ആക്സിൽ അഴിക്കണം. അതുപോലെ തന്നെ മഡ് ഗാർഡ് അഴിക്കണം. ടോപ്പിൽ വരുന്നൊരു 16ൻ്റെ ബോൾട്ട് ഉണ്ട്, അത് അഴിക്കണം. അതുപോലെ T സ്റ്റെമ്മിൻ്റെ താഴെ വരുന്നൊരു 13 ബോൾട്ട് അഴിച്ചാൽ നമുക്ക് ഈ സെറ്റ് ഫുള്ളായിട്ട് അഴിച്ചെടുക്കാം. അപ്പോൾ ഇനി F2ൻ്റെ ഫോർക്ക് സെറ്റ് നമ്മൾ നമ്മുടെ T സ്റ്റെമ്മിലേക്ക് കയറ്റി ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ T സ്റ്റെമ്മിൽ ഡയറക്റ്റ് തന്നെ ആ ഫോർക്ക് കയറും. ഹോളും നമ്മൾ വലുതാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ സെയിം ഇന്നർ ട്യൂബിൻ്റെ സൈസ് തന്നെയാണ് F2നും. അപ്പോൾ നമുക്ക് ആ ബോൾട്ടൊന്ന് ടോപ്പിൽ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ കാലിപ്പറിലേക്ക് നമുക്ക് ആ ഫ്ലൂയിഡ് പൈപ്പ് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലൂയിഡ് പൈപ്പിൻ്റെ കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ആ ഒരു ബോൾട്ടിൽ ഒരു കോപ്പർ വാഷർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് പൈപ്പ് ഇട്ട ശേഷം ഒരു കോപ്പർ വാഷറും കൂടി ഇടണം. ആ കോപ്പർ വാഷർ ഇട്ടില്ലെങ്കിൽ ഫ്ലൂയിഡ് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലീക്ക് വന്നാൽ തന്നെ നമുക്ക് എയർ എടുത്താൽ കറക്റ്റായിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് ഫ്ലൂയിഡിൻ്റെ അളവ് പെട്ടെന്ന് കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോപ്പർ വാഷർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ അത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്തെടുക്കുക. അത് ഒരു 3-4 പിരി നമ്മൾ കൈകൊണ്ട് തന്നെ തിരിച്ച് കയറ്റിയിട്ട് വേണം സ്പാനറിട്ട് പിടിക്കാൻ. അല്ലാന്ന് വെച്ചാൽ ത്രെഡ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2-3 പിരി നമുക്ക് കൈ കൊണ്ട് തന്നെ കയറിയ ശേഷം മാത്രം നമ്മൾക്ക് സ്പാനറിട്ട് ടൈറ്റ് ചെയ്യാം. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തെടുക്കണം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ലീക്ക് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു 13ൻ്റെ ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് 13ൻ്റെ സ്പാനർ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫോർക്കിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് നമുക്കിനിയിപ്പോൾ മെയിൻ ഹബ്ബിലേക്ക് ഹാഫ് ഹബ്ബ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 4 12ൻ്റെ ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ 4 12ൻ്റെ ബോൾട്ട് ഹാഫ് ഹബ്ബ് വെച്ച ശേഷം നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. ഹാഫ് ഹബ്ബ് നമ്മൾ നന്നായി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ആ റോട്ടർ അതിലേക്ക് വെച്ചിട്ട് നമുക്ക് റോട്ടർ ടൈറ്റ് ചെയ്തെടുക്കാം. റോട്ടറിന് 6 അലൻകി ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്തെടുക്കാം.
അതുപോലെ തന്നെ നമുക്ക് മീറ്റർ കേബിൾ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മീറ്റർ കേബിളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ മീറ്ററിൻ്റെ ഇന്നറിലേക്ക് കറക്റ്റാണ്, സെയിം ത്രെഡാണ്. നമ്മൾ അപ്പാച്ചിയുടെ തന്നെ RTRൻ്റെ തന്നെ മീറ്റർ കേബിൾ നമ്മൾക്ക് ഇതിൽ കറക്റ്റ് ഡയറക്റ്റ് സൂട്ടാവും. അത്യാവശ്യം നമ്മുടെ പൾസർ 150യുടെ മീറ്റർ കേബിളിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത്തും ഉണ്ട്. ഇപ്പോൾ നമ്മൾ വീൽ കയറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിമ്മ് കറക്റ്റ് ഇതിലുണ്ടായിരുന്ന വാഷർ വെച്ച് സെൻറ്റർ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും എക്സ്ട്രാ വാഷർ നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതാണ് ഒരു വാഷർ. അതുപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ വാഷർ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീല് സെൻറ്റർ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാലിപ്പർ സെറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ കാലിപ്പറിൻ്റെ ആ ഒരു ബോൾട്ടിൻ്റെ ഇടയിൽ നമ്മൾ വാഷർ വെച്ച് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ബ്രേക്ക് ഓവർ ടൈറ്റ് ഇല്ലാതെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ സെറ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ കാലിപ്പറിലും വാഷർ സെറ്റ് ചെയ്ത് നമ്മൾ റോട്ടർ സെൻറ്റർ ചെയ്തിട്ട് കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീല് ഫ്രീ ആയിട്ട് കറങ്ങില്ല. അതുപോലെ തന്നെ വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഫുൾ ടൈം റോട്ടർ ബ്രേക്ക് പാഡിൽ ഉരഞ്ഞ് തീരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വാഷർ നമ്മൾ എല്ലാ വണ്ടിക്കും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആ ഒരു ഗ്യാപ്പ് അളന്നിട്ട് നമുക്ക് വാഷർ ഇട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിച്ചു കൊടുക്കാമെന്നുള്ള വർക്കാണുള്ളത്. അപ്പോൾ ഞാൻ .4 ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിച്ച് നമ്മൾ പമ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കാലിപ്പറിലെ ബ്ലീഡിങ് സ്ക്രൂ ലൂസ് ചെയ്തിട്ട ശേഷം എയർ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ മാസ്റ്റർ സിലിണ്ടറിലുള്ള ഫ്ലൂയിഡ് താഴെ പെട്ടെന്ന് എത്താനുള്ള ചാൻസ് ഉണ്ട്. ആ ഫ്ലൂയിഡ് ബ്ലീഡ് ചെയ്യുന്ന ആ ഒരു നട്ട് ലൂസ് ചെയ്തിട്ട ശേഷം നമ്മൾ നട്ട് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് സാധാരണ എയർ എടുക്കുന്ന പോലെ തന്നെ എയർ എടുത്ത് സെറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അല്ലാന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നേരം ഇട്ട് പമ്പ് ചെയ്ത് എയർ എടുത്താൽ മാത്രമേ ബ്രേക്ക് ടൈറ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടയർ കയറ്റി ഫുൾ സെറ്റ് നമ്മൾ വണ്ടിയിൽ കയറ്റി എടുത്തിട്ടുണ്ട്. ഒരു മാരുതിയുടെ 16 ഇഞ്ച് ടയറാണ് നമ്മൾ യൂസ് ചെയ്തത്. മാരുതി എന്ന് പറഞ്ഞ കമ്പനിയുടെ 1450 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കാലിപ്പറൊക്കെ നമ്മൾ RTRൻ്റെ തന്നെ ഒറിജിനൽ കാലിപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിക്കാവി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഒറിജിനൽ RTRൻ്റെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മഡ് ഗാർഡ് നമുക്ക് ഡയറക്റ്റ് സ്യൂട്ടാവുന്നത് സ്റ്റാർ സിറ്റി, സ്റ്റാർ സ്പോട്ട്, അതുപോലെ വിക്ടർ, അതുപോലെ RTRൻ്റെ മഡ് ഗാർഡ് നമുക്ക് ഡയറക്റ്റ് സ്യൂട്ടാവും. പിന്നെ നമ്മളിത് ഇപ്പോൾ ഓൾറെഡി ഇത് ഇന്നർ ട്യൂബ് ഉള്ളിൽ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. 2 ഇഞ്ചോളം ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് പുറമേ ഹൈറ്റ് കൂട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്നർ കൂട്ടുന്നതിനേക്കാളും സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ കിട്ടുന്നത് പുറമേ കൂട്ടുമ്പോഴാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വരുന്നു. ഡിസ്ക് സംബന്ധമായ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റ ID താഴെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.